ഒരു വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ എൻ്റെ ഫേവറേറ്റ് നാടായ ലക്ഷദ്വീപിൽ കാലുകുത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ ഇച്ചിരി വളഞ്ഞു മൂക്ക് പിടിക്കേണ്ടി വന്നു. തിരൂരിൽ നിന്നും നേത്രാവതിയിൽ ഗോവയിലേക്ക് കയറി തിരക്ക് കാരണം കോഴിക്കോട് ഇറങ്ങി പിന്നാലെ വന്ന ഇൻഡോർ കൊച്ചുവേളിക്ക് കയറി സ്ഥാനം പിടിച്ചു. കോട്ടയ്ക്കൽ SR ബേക്കറിലെ പഴം നിറച്ച് SP തേങ്ങാബണ്ണും ക്രീമും അടിച്ച് കാസർഗോഡ് നജീബിന്റെ ചങ്കായ സ്റ്റെഫനും ഷസ്മാനും നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കന്റെ കൂടെ എഗ് സ്ക്രാമ്പിൾ ചെയ്തും ബീഫും പൊറാട്ടയും കൊണ്ടുവന്നു റാഹത്തായൊരു ഭക്ഷണം. തിവിം എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി രാവിലെ തന്നെ ടാക്സി എടുത്ത് നേരെ വിട്ടു ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക്. അവിടുത്തെ ലോഞ്ചിൽ 2 ഉറുപ്പിക കൊടുത്ത് മരണവെട്ടലും മിന്നലും. അത്യാവശ്യം ടൈമുണ്ട് ഫ്ലൈറ്റ് വരാൻ. കൊച്ചിന്ന് ഫ്ലൈറ്റ് ഇരട്ടി പൈസ വന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിപ്പോണത്. ഫ്ലൈറ്റ് 91 തരക്കേടില്ലാത്തൊരു വിമാനമാണ്. 1.5 മണിക്കൂർ കൊണ്ട് ലാൻഡ് ചെയ്ത ഉടനെ എയർപോർട്ട് പോലീസായ റിയാസ് ബൈ പ്ലെയിനിന്റെ ചോട്ടിൽ നമ്മളെയും കാത്ത് നിപ്പുണ്ടായിരുന്നു. എത്ര തവണ പോയാലും മടുപ്പ് വരാത്ത ഒരു സ്വർഗ്ഗമാണ് ലക്ഷദ്വീപ്. ദ്വീപുകാരുടെ അകമഴിഞ്ഞ സ്നേഹം മാത്രം മതി ഒരു ആയുഷ്കാലം ജീവിച്ച അനുഭൂതി കിട്ടുക. ആ പഴയ വീട്ടിലേക്ക് പുതിയ ഓർമ്മകളുമായി കയറാൻ ഞാൻ കണ്ട് നല്ല നെയ്ച്ചോറും ചിക്കൻ കറി മാസിന്റെ തല മുളകണ്ണി മസാല ഇട്ട് വഴറ്റിയതും എന്താ മൂട്.